തിരുവനന്തപുരം നഗരസഭയിലെ നിർണായക കൌൺസിൽ യോഗം നാളെ. സുഗതൻ വിവാദത്തിൽ തുടങ്ങി നഗരസഭയുടെ ഭരണം അട്ടിമറിക്കാനുള്ള രാഷ്ട്രീയ നീക്കത്തിലേക്ക് വരെ മുന്നണികൾ കടന്നതിന് പിന്നാലെയാണ് നാളെ കൌൺസിൽ യോഗം ചേരുന്നത്. UDF കൊണ്ടുവരുന്ന അവിശ്വാസ പ്രമേയത്തിന് പുറത്തുനിന്ന് പിന്തുണ നൽകാൻ LDF-ൽ തത്വത്തിൽ ധാരണയായതായാണ് സൂചന. സുഗതൻ വിവാദത്തെ രാഷ്ട്രീയ ആയുധമായി ഉപയോഗിച്ചുകൊണ്ട് BJP-യെ നഗരസഭയുടെ ഭരണത്തിൽ നിന്ന് ഇറക്കുകയെന്ന കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് LDF-ഉം UDF-ഉം തത്വത്തിലെങ്കിലും കൈകോർക്കുന്ന ഒരു സാഹചര്യം, അസാധാരണമായ ഒരു രാഷ്ട്രീയ സാഹചര്യം തിരുവനന്തപുരം നഗരസഭയിൽ ഉണ്ടാകുന്നത് എന്നതാണ് ശ്രദ്ധേയം. നാളെ UDF അവതരിപ്പിക്കാൻ പോകുന്ന അവിശ്വാസ പ്രമേയത്തെ പുറത്തുനിന്ന് പിന്തുണയ്ക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് LDF നേതൃത്വം എത്തുമെന്ന് തന്നെയാണ് UDF കൌൺസിലർമാരുടെ പ്രതീക്ഷ. അതുമായി ബന്ധപ്പെട്ട കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളുമായി ഉൾപ്പെടെ ചർച്ച നടത്തിയതിനു ശേഷമാണ് ഈ ഒരു വിഷയത്തിൽ BJP അധികാരത്തിൽ നിന്ന് താഴെയിറക്കുക എന്ന ലക്ഷ്യത്തോടെ LDF-ന്റെ പിന്തുണ സ്വീകരിക്കുന്നതിൽ തെറ്റില്ല എന്നൊരു നിലപാടിലേക്ക് UDF എത്തിയിരിക്കുന്നത് എന്നാണ് വിവരം. അതുമായി ബന്ധപ്പെട്ട CPM-ന്റെ സംസ്ഥാന സമിതിയുടെ അനുമതിക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു LDF നേതൃത്വം. ബഹുഭൂരിപക്ഷവും ആ തീരുമാനത്തെ പുറത്തുനിന്ന് പിന്തുണയ്ക്കാനുള്ള UDF-ന്റെ അവിശ്വാസ പ്രമേയത്തെ പിന്തുണയ്ക്കാനുള്ള തീരുമാനത്തോട് യോജിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് എന്ന സൂചനകളാണ് ലഭിക്കുന്നത്. അങ്ങനെയെങ്കിൽ 34 പേർ ഒപ്പിട്ട അവിശ്വാസ പ്രമേയ നോട്ടീസ് വേണം നാളെ നൽകാൻ. 20 UDF അംഗങ്ങൾക്ക് പുറമെ 14 LDF അംഗങ്ങൾ കൂടി അങ്ങനെയാണെങ്കിൽ ഈ അവിശ്വാസ പ്രമേയത്തെ പിന്തുണയ്ക്കുന്ന ഒരു നോട്ടീസിനെ പിന്തുണയ്ക്കുന്ന സാഹചര്യമുണ്ടാകണം. ആ നോട്ടീസ് നാളെ നൽകാൻ കഴിഞ്ഞാൽ ഉറപ്പായും അത് LDF-ന്റെ പിന്തുണ ഉറപ്പാക്കിക്കൊണ്ട് തന്നെയാണ് മുമ്പോട്ട് പോകുന്നത് എന്നതിന്റെ സൂചനയായി കൂടി മാറും. നോട്ടീസ് നാളെ നൽകുമെങ്കിലും എപ്പോൾ ഇത് പരിഗണനയ്ക്കെടുക്കണമെന്ന കാര്യം മേയറിൽ നിക്ഷിപ്തമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട മേയറായിരിക്കും തീരുമാനമെടുക്കുക. അതിനിടയിൽ സുഗതനെ കാപ്പ ഉപദേശക സമിതിയുടെ ഭാഗത്ത് നിന്ന് പുനഃസത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ട അനുകൂല തീരുമാനം ഉണ്ടാകുന്നില്ല എങ്കിൽ ഹൈക്കോടതിയെ അടിയന്തരമായി സമീപിക്കാനുള്ള നീക്കം BJP നേതൃത്വം ആരംഭിച്ചിട്ടുണ്ട്. കാരണം 4 ആഴ്ചയ്ക്കകം പുനഃസത്യപ്രതിജ്ഞ ചെയ്യണമെന്നാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. അതല്ല എങ്കിൽ ഈ സത്യപ്രതിജ്ഞ പൂർണ്ണമായി അയോഗ്യനാകുന്ന തരത്തിലേക്ക് സുഗതൻ മാറും. ബാക്കി 19 പേരും കഴിഞ്ഞ ദിവസം പുനഃസത്യപ്രതിജ്ഞ ചെയ്തിരുന്നു. സുഗതൻ മാത്രം വിയൂർ ജയിലിൽ കഴിയുന്ന ഒരു സാഹചര്യത്തിലാണ് അന്ന് സത്യപ്രതിജ്ഞ ചെയ്യാൻ കഴിയാതിരിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ടായത്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ സുഗതന് സത്യപ്രതിജ്ഞ ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായാൽ അത് രാഷ്ട്രീയമായി BJP-ക്കുണ്ടാക്കുന്ന വെല്ലുവിളി വളരെ വലുതായിരിക്കും. അതിനിടയിലാണ് സ്വതന്ത്ര അംഗങ്ങളുടെ പിന്തുണ ഉറപ്പാക്കാനുള്ള 2 സ്വതന്ത്ര അംഗങ്ങളാണുള്ളത്. ആ സ്വതന്ത്ര അംഗങ്ങളുടെ പിന്തുണ ഉറപ്പാക്കാനുള്ള നീക്കം BJP ഒരു വശത്ത് തുടരുന്നതിനിടയിൽ അവരെ ഏത് വിധേനയും ഒപ്പം ചേർത്ത് നിർത്താനുള്ള രാഷ്ട്രീയ നീക്കങ്ങളുമായി LDF-ഉം UDF-ഉം അണിയറ നീക്കങ്ങൾ സജീവമാക്കിയിരിക്കുന്നത്. ഡാൻ കുര്യന്റെ റിപ്പോർട്ടാണ് കണ്ടത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.